കണ്ണൂരിലെ CPIM-നെ വിടാതെ പിന്തുടരുകയാണ് സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം. നേതാക്കളുമായി പോരാടി മടുത്തതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോകേണ്ടി വന്ന മനു തോമസിന്റെ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ നേതൃത്വത്തിനാവില്ല. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ CPIM-ൽ മനു തോമസ് ഒറ്റപ്പെടുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയതുകൊണ്ട് കൂടിയാണ് പാർട്ടിയുടെ ഭാവി വാഗ്ദാനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യുവ നേതാവ് അത്യന്തം നിരാശയോടെ സ്വയം പടിയിറങ്ങിയത്. കണ്ണൂരിലെ CPIM-ന് മുന്നിൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധമെന്ന കീറാമുട്ടി വാളോങ്ങിയിട്ട് അധിക വർഷമായില്ല. പാർട്ടിക്ക് മുകളിലെ ഇത്തിൽക്കണ്ണികളായി മാറാൻ ഈ സംഘങ്ങൾക്ക് അധികനാൾ വേണ്ടി വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നവമാധ്യമ മേഖല ശക്തമാക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. വിദഗ്ധരായ അനുഭാവികളെയും അംഗങ്ങളെയും അതിനായി നിയോഗിച്ചു. വിവാദ നായകരായി പിന്നീട് മാറിയ അർജുൻ ആയിങ്കിയും ആകാശ് തില്ലങ്കേരിയും ഈ കൂട്ടത്തിലെ പ്രധാനികൾ. നവമാധ്യമങ്ങളിൽ പാർട്ടി വളരുന്ന വേഗത്തിൽ സ്വയം വളരാനും ആരാധകരെ സൃഷ്ടിക്കാനും ഇവർക്ക് കഴിഞ്ഞു. ഇതിനിടയിൽ തില്ലങ്കേരിയിലെ RSS നേതാവ് ബിനീഷ് കൊലക്കേസിൽ ആകാശ് പ്രതിയായി. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ പാർട്ടി നിർദ്ദേശപ്രകാരം വകവരുത്താനും ആകാശ് മുന്നിട്ടിറങ്ങി. ഒന്നാം പ്രതിയായ ആകാശിനെ പരസ്യമായി പാർട്ടി തള്ളി. രഹസ്യമായി പിന്നെയും ബന്ധം തുടർന്നു. ജയിലിൽ കൊടിസുനി, അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി ബന്ധത്തിനും തുടക്കമായി. പാർട്ടി പിന്തുണ പലപ്പോഴും കിട്ടാതെ വന്നപ്പോൾ കൊട്ടേഷൻ തുടങ്ങി. അത് സ്വർണ്ണക്കടത്ത് പൊട്ടിച്ച് പണം ഉണ്ടാക്കുന്നതിലേക്കെത്തി. 2021 ജൂൺ 21 കോഴിക്കോട് രാമനാട്ടുകാരിൽ സ്വർണം പൊട്ടിക്കുന്നതിനിടയിൽ നടന്ന വാഹനാപകടം വൻ ഇടപാടുകൾ വെളിച്ചത്തെത്തിച്ചു. അർജുൻ ആയങ്കിയുടെ പങ്ക് പുറത്തായി. അന്വേഷണത്തിൽ DYFI ചെമ്പിലോട് മേഖലാ സെക്രട്ടറി C രാജേഷിന്റെ കാറാണ് സ്വർണം പൊട്ടിക്കാൻ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തി. പാർട്ടി പ്രതിരോധത്തിലായി. നിലപാട് ഘടിപ്പിച്ചു. അപ്പോഴേക്കും ഇവരുടെ സ്വാധീനം പാർട്ടിയോളം വളർന്നിരുന്നു. നിരവധി പാർട്ടി പ്രാദേശിക നേതാക്കൾ ഇവരുടെ സ്വാധീനത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി തിരുത്താൻ ശ്രമിച്ചു. എന്നാൽ തിരുത്തിയാൽ തീരുന്നതായിരുന്നില്ല സ്വാധീനം. DYFI ലഹരി കൊട്ടേഷൻ മാഫിയകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പരസ്യമായി ജാഥ നടത്തി പ്രസംഗിച്ചു. പക്ഷേ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ഇവരോട് കടപ്പാടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് മനു തോമസ് പാർട്ടിയെ പരാതി അറിയിച്ചത്. എന്നാൽ ശക്തമായ നിലപാട് ഈ സംഘത്തിനെതിരെ സ്വീകരിച്ചാൽ മറ്റ് പലതും പുറത്താകുമെന്ന ഭയത്തിലാണ് പാർട്ടി മൗനം പാലിച്ചത്. മനു തോമസ് തുറന്നുപറച്ചിൽ നടത്തിയതോടെ പ്രതിക്കൂട്ടിൽ വന്നിരിക്കുന്നത് CPM ജില്ലാ നേതൃത്വവും. റിപ്പോർട്ടർ, കണ്ണൂർ.